ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എളുപ്പത്തിലുള്ള സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിലും എടുക്കാം. നെയ്യ് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന നോർമൽ ബ്രെഡാണ്. സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം ഇത് 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡും ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പകുതി തക്കാളി ഇങ്ങനെ നീളത്തിലായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരെണ്ണത്തിൻ്റെ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നല്ലതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മയോണൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇപ്പോൾ ക്യാബേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടമാണ്. നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ അളവിൽ മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസ് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇല്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മയോണൈസൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര അളവിലെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ബ്രെഡ് ആയാലും കുറച്ച് ഫില്ലിങ് മാത്രമേ വെച്ച് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഈ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ സ്ലൈസും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.